ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് മണവാളനെയും മണവാട്ടിയെയും അവർ വണ്ടിയിൽ കയറ്റി യാത്രയാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ പള്ളിയിലെ അച്ഛൻ പറയുകയാണ്, കർത്താവായിട്ട് ആരെങ്കിലും ഒരുമിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേത് വഴിയിലൂടെയാണെങ്കിലും കർത്താവ് തന്നെ അവരെ ഒരുമിപ്പിക്കുമെന്ന്. അങ്ങനെ ഇവരതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും, അതായത് വേദയും വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഇവർക്ക്. അപ്പം ഞങ്ങൾ ഇനിയും വരും, അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം എനിക്കൊരു പ്രതിഫലം തന്നു എന്ന് വിക്രം പറയാം. ഈ നിൽക്കുന്ന ഞങ്ങൾ അനിയൻകുട്ടൻ്റെ ഓർമ്മ എന്ന് വിക്രം ഇങ്ങനെ പറയുക കേട്ടോ. അനിയൻകുട്ടൻ അന്നേരം ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ സമ്മാനം എന്ന് വിക്രം പറയാം. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നതെന്നും ചെയ്യാനുള്ളത് മുഴുവനും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നും നിങ്ങളെ കാണാനെന്നും വിക്രം പറയുക കേട്ടോ. അപ്പോൾ അതേന്ന് വേദയും പറഞ്ഞേ. അങ്ങനെ എല്ലാവരോടും യാത്ര പറയുവാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ യാത്രയൊന്നും പറയുന്നില്ല, വീണ്ടും കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക. അങ്ങനെ എല്ലാവർക്കും സ്നേഹം ഒക്കെ പങ്കുവെച്ച് കൊടുത്ത് വിക്രവും വേദയും അനിയൻകുട്ടനും എല്ലാവരും കൂടെ അങ്ങ് പോണു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വിക്രവും വേദയും കൂടി ചേർന്ന് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ പോയി കിടക്കുക. അപ്പോൾ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളിൽ ഒന്നെടുത്തത് ഇവിടെ വെച്ചായിരുന്നു. പോകുന്നതിന് മുൻപ് ഗന്ധർവനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയെന്ന് വിക്രം പറയാം. പാറപ്പുറത്ത് വന്ന് എന്തിനാണെന്ന് വേദ വിക്രത്തോട് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ ചെയ്യാനുള്ള വലിയൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ നമ്മൾ കാരണം തകർന്നു പോയൊരു ജീവിതം കൂട്ടിക്കെട്ടി കൊടുക്കാൻ കഴിഞ്ഞില്ലേ എന്നും ചോദിക്കുക. അപ്പോൾ അത് വിക്രം പറഞ്ഞത് 100% ശരിയാണെന്നും അത് ഓർക്കുമ്പം എനിക്കും മനസ്സിനൊരു സമാധാനം ഉണ്ടെന്ന് വേദ പറഞ്ഞു. അപ്പം നമ്മുടെ സമാധാനം പോകുന്നത് ഇനിയാണെന്നും വേദയോട് വിക്രം പറയുക കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിൽ. നാളെ രാവിലെ തന്നെ നമുക്ക് തിരിച്ചു പോകണമെന്ന് വിക്രം വേദയോട് പറയുന്നു. ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ടെന്നും എൻ്റെ അച്ഛനോട് ചെയ്തതിനും പിന്നെ വരുണിനെ കൊന്നതിനും പുളിക്കനെ കൊന്ന് തെളിവില്ലാണ്ടാക്കിയതിനും പിന്നെ കുറച്ച് കാലത്തേക്കെങ്കിലും അനിയൻകുട്ടനെ ഇങ്ങനെ ആക്കിയതിനെന്നൊക്കെ പറയുമ്പം മനുഷ്യർക്ക് ഇത്രയും ക്രൂരരാകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിക്രമെന്ന് വേദ വിക്രത്തോട് പറയണു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഉടമസ്ഥാവകാശമോ ഓഹരികളോ ഒന്നും എനിക്ക് മാത്രമായിട്ട് വെച്ചേക്കണമെന്ന് ഞാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നും വേദ വിക്രത്തോട് പറയാം. എന്തിന് അച്ചാച്ചൻ അങ്ങനെ ഒരു വില എഴുതി വെച്ചതുപോലും ഞാൻ അത്ര കാര്യമായിട്ട് കണ്ടിട്ടുള്ള കാര്യം പോലും അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ അത് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും വേദവിക്രത്തോട് പറയാട്ടോ. പിന്നെ എനിക്കും ദീപ്തിക്കും മാത്രമായിരിക്കും അതിൻ്റെ അവകാശം മുഴുവനും. ഒരിക്കൽ വെല്ലുവിളിച്ചതുപോലെ അതിൻ്റെ MD സ്ഥാനത്ത് വിക്രം കയറിയിരിക്കും എന്ന് വേദ പറയുമ്പം നമുക്ക് അങ്ങനെ ഒരു ജീവിതമൊന്നും വേണ്ട എന്ന് വിക്രം വേദയോട് അന്നേരം പറഞ്ഞു. ഈ സ്ഥലത്ത് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു, ഇതുപോലൊരു ജീവിതം മാത്രം മതി നമുക്ക് എന്ന് വിക്രം വേദയോട് പറയാം. അതിനപ്പുറം ഒന്നും വേണ്ടാന്നും കൂട്ടത്തിൽ അച്ഛനും അമ്മയും ഉണ്ടാകണമെന്നൊരാഗ്രഹവും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളും അതുപോലെ നമ്മുടെ ലോകവും അത് മതി എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഒരു ലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിക്രം വിചാരിക്കുന്ന രീതിയിലല്ല കണക്ക് തീർക്കേണ്ടതെന്ന് വേദ പറയാം. നമുക്ക് നിയമത്തിൻ്റെയും നീതിയുടെയും വഴി മതി വിക്രം എന്ന് വേദ വിക്രത്തോട് പറയണം. അതുപോലെ തന്നെ അവസാനം സത്യമേ ജയിക്കൂ എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും വേദ പറയുവാണ്. ഇനിയുള്ള കാലം അവർ പുറം ലോകം കാണാനും പാടില്ല എന്നും വേദ വിക്രത്തോട് പറയണം. നമുക്ക് ഇവിടെ നിന്ന് നേരെ അച്ഛൻ്റെ അരികിലേക്ക് പോകാമെന്നും വേദ വിക്രത്തോട് പറയാം. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനിയൻകുട്ടനെ സാക്ഷിയാക്കി നേരിട്ട് കോടതിയിൽ ഹാജരാവുകയും ചെയ്യാമെന്ന കാര്യവും വേദ പറയണം. ഇനിയുള്ള കാലം സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ജീവിതം എത്ര സന്തോഷമായിരിക്കുമല്ലേ എന്ന് വിക്രം വേദയോട് ചോദിക്കുക കേട്ടോ. രണ്ടുപേരും ഒരുപാട് സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക കെട്ടിപ്പിടിച്ച്. പക്ഷേ അപ്പോഴത്തേക്കും എത്തേണ്ടവർ അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഇവരറിഞ്ഞില്ല. അങ്ങനെ ജോബി ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എവിടെയാടാ അവൻ്റെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കയറ്റം കയറി ചെന്ന് കാണുന്ന വീടാ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വാ ശ്രീകാന്തേ, പണിക്കത്തെ തറവാട്ടിൽ പൊന്നുമകൾ വാഴുന്ന മണിമാളികയൊന്ന് കാണണ്ടേ നമുക്ക്, വാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മായ വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവർ ആ വീട് ലക്ഷ്യമാക്കി ചെല്ലുന്നു. ഈ വീട് കണ്ടപ്പോൾ ഈശ്വരാ, ജാതക പ്രകാരം
അയ്യോ അവക്കടെ യോഗം വല്ലാത്ത യോഗം. അലച്ചിലും ഒറ്റപ്പെടലും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും അവൾക്ക്. ഇനി വൈധവ്യ യോഗം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുമെന്നും അയാൾ പറയാം. അത് ഉറപ്പിച്ചിട്ടേ ഈ കളി ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ശ്രീകാന്ത്. നീ വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് കയറി ചെല്ലും. അപ്പോൾ അനിയൻകുട്ടൻ അവിടെ നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ്റെ കിടപ്പ് കണ്ടപ്പോൾ യുവമാർക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും യുവമാർ ആഗ്രഹിച്ച് വന്നവന്മാർ അവിടെ ഉണ്ട്. ആ ഒരു ഇതിൽ ഇവന്മാരിങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അനിയൻകുട്ടൻ പതുക്കെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഇവരെ കണ്ടു. അത് കണ്ടപ്പോൾ അനിയൻകുട്ടൻ പേടിച്ചു വിറച്ച് അനിയൻകുട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ അനിയൻകുട്ടനെ കൊന്നത് നമ്മുടെ അനിയൻകുട്ടൻ ഈ ശ്രീകാന്തും അയാളും കൂടെ ഈ പുളിക്കനെ കൊന്നത് അനിയൻകുട്ടൻ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുക. അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുക. അപ്പോൾ എന്നാടാ മോനെ എന്ന് അയാളുടെ ഒരു ചോദ്യം. അവർ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനിയൻകുട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ അഭിനയിക്കും ഇവരുടെ മുന്നിൽ. അല്ല നിന്റെ രോഗമൊക്കെ പോയടാ കണ്ണാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക. ചേട്ടാ ഒന്നും ചെയ്യല്ലേ ചേട്ടാ എന്നും പറഞ്ഞിങ്ങനെ. പുളിക്കനെ കൊന്നത് ആരാണെന്ന് നീ കണ്ടു കാണുമല്ലേടാ? അല്ലടാ മോനെ എന്നൊക്കെ ഇവർ ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കാം. എന്നാൽ മോനിങ്ങ് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. എടാ കൊച്ചനെ നെയ്മനെ അങ്ങ് എടുത്തോടാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകളെ വിളിക്കുക. അപ്പോഴത്തേക്കും ഒരുത്തൻ അനിയൻകുട്ടനെ എടുത്തു. അപ്പം അനിയൻകുട്ടൻ ഭയങ്കര കരച്ചിൽ വിടടാന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും വേദയും വിക്രവും കൂടി അവിടെ പാട്ടൊക്കെ പാടി വരുക. അങ്ങനെ ഇവർ രണ്ടുപേരും അറിയുന്നില്ല അവിടെ നടക്കുന്നതൊന്നും. അങ്ങനെ അവർ നടന്ന് വീടിൻ്റെ അവിടെ വന്ന് എത്തുന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീടൊക്കെ തുറന്നു കിടപ്പുണ്ട്. അവിടെ എങ്ങും ആരുമില്ല. ആ സമയത്ത് അയ്യോ ഇതാരാ തുറന്നിട്ടതാ, ഇത് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വാതിൽ അടച്ചിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതേ പുറത്തുനിന്ന് അടച്ചിരുന്ന. എൻ്റെ ദൈവമേ നമ്മൾ പോയിട്ട് 5 മിനിറ്റല്ലേ ആയുള്ളൂ. അനിയൻകുട്ടാന്ന് പറഞ്ഞ് വിക്രം അതിലെല്ലാം കിടന്ന് വിളിക്കുക. അപ്പോഴത്തേക്ക് അനിയൻകുട്ടൻ പേടിച്ചരണ്ട് ഇങ്ങനെ ഒരു ആ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്നാന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക. എന്നാ പറ്റിയ അനിയൻകുട്ട എന്ത് പറ്റി അനിയൻകുട്ടാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അനിയൻകുട്ടൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അവിടെയുണ്ട് അവന്മാരവിടെ ഒളിച്ച് നിൽക്കുക. എടാ നീ എന്താ പേടിച്ചിരിക്കുന്നത് എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലായി. എന്താടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോഴും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആള് വരുന്നു. പക്ഷേ ഇനി പറ്റും എന്നും പറഞ്ഞു. വേദ തിരിഞ്ഞു നോക്കുമ്പോൾ മുതലിനെ കണ്ടു. ഇവന്മാരെല്ലാവരും ഉണ്ട്. വിക്രവും വേദയും ഞെട്ടിപ്പോയിട്ടോ. അപ്പം ജോബിയാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളത് വേദയ്ക്കും വിക്രത്തിനും മനസ്സിലായി. വേദ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അതുപോലെ വിക്രവും ആകെ പരിഭ്രമിച്ച് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവന്മാർ വന്നത് നിങ്ങളെ തീർക്കാനാണെന്ന് അവർക്ക് മനസ്സിലായി. കുറേ ഗുണ്ടകൾ സൈഡിൽ നിന്നും ഒക്കെ വന്ന് വളഞ്ഞു. വാതിലും വളഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ പാടില്ലാത്ത രീതിയിൽ. അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖത്തെ ചിരിയെന്ന് പറഞ്ഞാൽ ഉയ്യോ വമ്പ ലോട്ടറി അടിച്ച സന്തോഷമാണ് ശ്രീകാന്തിൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ വേദ ഇങ്ങനെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇനി ബലം പ്രയോഗിക്കാൻ നിൽക്കേണ്ട കേട്ടോ, നമുക്ക് പോകാം എന്ന് ശ്രീകാന്ത് ഭയങ്കര കൂളായിട്ട് ഇവരോട് സംസാരിക്കുന്നു. വേദ ഇങ്ങനെ ഇവനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ വണ്ടി എടുത്തോ, സാറും ഭാര്യയും കൂട്ടുകാരനും കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുണ്ടകളെ പറഞ്ഞു വിടുന്നു വണ്ടി എടുക്കാനായിട്ട്. അവന്മാരെ വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് വേദയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ഈ ശ്രീകാന്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം ഒരൊറ്റ ചവിട്ടായിരുന്നു. ആ ഒരൊറ്റ ചവിട്ടിൽ ശ്രീകാന്ത് ആ നിലത്ത്, അതായത് വീടിൻ്റെ അകത്തുനിന്ന് നേരെ പുറത്ത് പോയി ഉരുണ്ട് താഴേക്ക് പോകുന്ന പോലെ. അപ്പോഴേക്കും നമ്മുടെ വിക്രം ചെന്ന് ആ കത്തി, അതായത് കട്ടിലിൻ്റെ അടിയിൽ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കത്തി എടുത്തിട്ട് ആ അമ്മായച്ചൻ്റെ കഴുത്തിന് നേരെ അങ്ങ് പിടിച്ചു. പിന്നെ ഇവന്മാർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇറങ്ങടാന്ന് പറഞ്ഞു. വേദയോട് അനിയൻകുട്ടനെ പിടിച്ചിട്ട് അവിടുന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ വേദയും അനിയൻകുട്ടനും കൂടെ അവിടുന്ന് പോകും. അപ്പോൾ വിക്രം കത്തി താഴെയിട് അതിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്. അപ്പോഴേക്കും നമ്മുടെ വിക്രം ഉണ്ടല്ലോ, അവർ രണ്ടുപേരെയും സേഫാക്കി പുറത്തേക്ക് ഇറങ്ങി. മാറിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അയാളുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ചേക്കുക. ഒറ്റ ആനങ്ങി പോരുത്, ആനങ്ങിൻ്റെ പണിയാൻ തീർക്കും, മാറാങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കരമായിട്ട് ഇയാളെ പിടിച്ചെണിക്കുക. വേദ ഓടാൻ പറഞ്ഞു. വിക്രം എന്നും പറഞ്ഞു പറയുന്നത് കേൾക്കുക, ഓടാനാ പറഞ്ഞു. വേദ പോ എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവർ ഈ വേദയെയും അനിയൻകുട്ടനെയും തടഞ്ഞു. പോന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദയോട് പറയാം. അപ്പോൾ അനിയൻകുട്ടനും വേദയും കൂടെ അവിടെ നിന്ന് ഓടി. എങ്ങോട്ടെന്ന് അറിയാതെ അതുങ്ങൾ ഓടി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വിക്രം ഇങ്ങനെ അയാളുടെ കഴുത്തിൽ തന്നെ കത്തി പിടിച്ചു വെക്കുക. ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മാറടാന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എന്നിട്ട് ഇയാളെയും കൊണ്ട് വിക്രത്തിന് പോകാനുള്ള വഴി ഇങ്ങനെ തെളിച്ച് നിർത്തി. അയാളെ എന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് ഒരൊറ്റ എറിഞ്ഞിട്ട് വിക്രം അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. അടുക്കരുതെന്നാണ് നിന്നോടൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ കഴുത്തേൽ കത്തിയിരിക്കുമല്ലേ. അപ്പോൾ ഇയാൾക്ക് അപ്പോൾ ഒന്നും ചെയ്യരുത് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്
വിക്രം എന്നിട്ടൊരു പരിധി വരെ ഇയാളെയും കൊണ്ട് ഇങ്ങനെ വന്നു. അതിന് ശേഷമാണ് ഇയാളെ പിടിച്ച് ഇവരുടെ അടുത്തേക്ക് ഒരു തള്ളും തള്ളിയേച്ച് പോകുന്നത്. പിന്നെ അനിയൻകുട്ടനെയും കൊണ്ട് വേറെ ഒരു വഴിക്ക് പോയി, വിക്രം വേറൊരു വഴിക്ക് പോയി. അങ്ങനെ ഇവന്മാർ ഇവരെ ഫോളോ ചെയ്ത് ഓടാനും തുടങ്ങി. അങ്ങനെ ഓടി 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 വിക്രവും വേദയും എവിടെയൊക്കെയോ എത്തിപ്പെട്ടു. ഈ തേയിലത്തോട്ടത്തിലൂടെയുള്ള രാത്രിയുള്ള ഓട്ടം ആയതുകൊണ്ട് അവന്മാർക്ക് സ്പോട്ടും കാര്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ആ ജോബി എന്ന് പറയുന്നവൻ കൂടെ ഉള്ളതുകൊണ്ട് കൃത്യമായി വഴിയും അറിയാം. ഇവന്മാർ എന്നിട്ട് ഇങ്ങനെ വേദയെയും വിക്രത്തെയും അന്വേഷിക്കാം. അങ്ങനെ അവർ ഓടി 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 ഇടവഴിയിലൂടെയൊക്കെ കയറി എവിടെയൊക്കെയോ, അതായത് വേദയും അനിയൻകുട്ടനും അങ്ങനെ അതുങ്ങൾ ഓടി എവിടെയെങ്കിലും ഒന്ന് ചെന്ന് എത്തിപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെയുള്ള ഒരു ഇതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. ടാറ്റാ.